നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ കൂലി സിനിമ ഇറങ്ങി. കൂലി സിനിമയ്ക്ക് നിലവിൽ ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് കിട്ടുന്നത്. കൂലി സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല സിനിമ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഓവർ ഹൈപ്പ് കൊടുക്കുന്നതാണ്. കൈദി സിനിമയ്ക്ക് ശേഷം ലോകേഷിന്റെ നെക്സ്റ്റ് മൂവി ആയിരുന്നു മാസ്റ്റർ സിനിമ. കൈദിക്ക് ശേഷം വരുന്ന നെക്സ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ ഓൾറെഡി സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ലോകേഷ് കനകരാജ് സിനിമയുടെ പ്രൊഡക്ഷൻ ടീമും ഹൈപ്പ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടി പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നേ വരെ കാണാത്ത പുതിയ വിജയണ്ണനെ മാസ്റ്റർ സിനിമയിൽ കാണാമെന്ന്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പോൾ ആളുകൾ കരുതിയത് ഈ ഒരു സിനിമ വിജയണ്ണന്റെ ഇന്നേ വരെ കാണാത്ത പുതിയൊരു എക്സ്പെരിമെന്റ് ആയിരിക്കുമെന്നാണ്. പക്ഷെ പടം ഇറങ്ങിയപ്പോൾ നോർമൽ വിജയ് പടം തന്നെയായിരുന്നു. ഈ ഒരു കാര്യം ചെറിയ രീതിയിൽ മിക്സഡ് റെസ്പോൺസ് കിട്ടാൻ കാരണം. പക്ഷേ സിനിമ 300 കോടിക്ക് മേലെ കളക്ഷൻ നേടി. അത്യാവശ്യം നല്ലൊരു മാസ് മസാല സിനിമ തന്നെയായിരുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഓവർ ഹൈപ്പ് കൊടുക്കുമ്പോൾ സിനിമയ്ക്ക് ഒരു മിക്സഡ് റെസ്പോൺസ് വരുന്നു. ഇതിനു പകരം സിനിമയുടെ പ്രൊഡക്ഷൻ ടീം മാസ്റ്റർ സിനിമ ഒരു ടിപ്പിക്കൽ വിജയണ്ണൻ പടം തന്നെയാണ്. സെയിം പാറ്റേണിലുള്ള ഒരു ഫാൻസ് ട്രീറ്റ് ആണ് മാസ്റ്റർ സിനിമ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ അത് തന്നെ പ്രതീക്ഷിച്ചു പോകും. വിക്രം സിനിമയുടെയും കൈദി സിനിമയുടെയും കാര്യം നോക്കിയ പ്രൊഡക്ഷൻ ടീം കാര്യമായി ഒന്നും പറഞ്ഞു. സിനിമ സൈലന്റ് ആയി വന്നു. റിലീസിന് തൊട്ട് മുമ്പ് സൂര്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ജസ്റ്റ് ഒരു പോസ്റ്റർ പുറത്തു വിട്ടു. ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ ഒരു സിനിമയിൽ സൂര്യ ഉണ്ടെന്നുള്ള കാര്യം നേരത്തെ ലീക്കായി. ഇതുകൊണ്ടായിരുന്നു ഇങ്ങനെയൊരു പോസ്റ്റർ പുറത്തു വിട്ടത്. യഥാർത്ഥത്തിൽ ഇതൊരു സർപ്രൈസ് ക്യാമിയോയായി പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു. അങ്ങനെ സിനിമ വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി വഴി വലിയ രീതിയിൽ റീച്ചായി. നമ്മൾ ഇതുപോലെ മലയാളത്തിലെ ലൂസിഫർ, തുടരും സിനിമയെല്ലാം നോക്കിയാൽ സൈലന്റായി വന്ന് മൗത്ത് പബ്ലിസിറ്റി വഴി നല്ല രീതിയിൽ റീച്ചായി. ലൂസിഫർ സിനിമ ഒരു ചെറിയ പടമാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഒഡിയൻ സിനിമയുടെ കാര്യം നോക്കിയാൽ സൈലന്റായി വന്ന് ഈസിയായി 100 കോടി അടിക്കാൻ വരും. പക്ഷേ സിനിമയ്ക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഓവർ ഹൈപ്പ് കയറ്റി. സിനിമയുടെ ഡയറക്ടർ ഇതിനു മുമ്പ് ഒരു സിനിമ പോലും എടുത്തിട്ടുമില്ല. അങ്ങനെ ഓവർ ഹൈപ്പ് സിനിമയ്ക്ക് ഒരു നെഗറ്റീവായി. നമ്മൾ കൂലി സിനിമയുടെ കാര്യം നോക്കിയാൽ കൂലി സിനിമ ഒരിക്കലും സൈലന്റ് ആയി ഇറങ്ങിയില്ല. കാരണം ലോകേഷ് ഒരു ബ്രാൻഡ് ഡയറക്ടറാണ്. സിനിമയിൽ രജനീകാന്ത്, ആമിർ ഖാൻ അടക്കം പല സ്റ്റാർസും ഉണ്ട്. ഇത് തന്നെ ഒരു ഹൈപ്പാണ്. ഒരു പക്ഷേ ഇങ്ങനെ സിനിമ ഇറങ്ങിയാൽ ആദ്യ സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ അപ്പോഴും ചെറിയ രീതിയിൽ നെഗറ്റീവ് റെസ്പോൺസ് വരാം. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഓവർ ഹൈപ്പ് കൊടുക്കുമ്പോൾ ആളുകൾ നിരാശരായി നെഗറ്റിവിറ്റി ഡബിൾ സ്ട്രോങ് ആവും. കൂലി സിനിമ 100 ഭാഷയാണെന്ന് കൂലി സിനിമയുടെ ഇന്റർവെൽ ആരും തന്നെ സീറ്റിലിരിക്കില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കാണെന്ന് അങ്ങനെ ഓവറായി പുഷ് ചെയ്തു. നമ്മളുടെ രാജമൗലിയുടെ കാര്യം നോക്കിയാൽ ബാഹുബലി എന്ന വലിയൊരു വിജയത്തിന് ശേഷം RRR എന്ന സിനിമ എടുത്തു. ഈ ഒരു സിനിമ മികച്ചൊരു സിനിമയായിരുന്നു. പക്ഷെ പല ആളുകളും ഇത് ബാഹുബലി ലെവലിൽ ഇല്ല എന്ന രീതിയിൽ സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ സിനിമയെ ബാധിച്ചില്ല. ഇത് എന്തുകൊണ്ടെന്നാൽ ഇത് ബാഹുബലിയേക്കാൾ മേലെയാണെന്ന് രാജമൗലിയുടെയും പറഞ്ഞിട്ടില്ല. രാജമൗലി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹൈപ്പ് കൊടുക്കാറുണ്ട്. രാജമൗലി എന്ന പേര് തന്നെ ഒരു ഹൈപ്പാണ്. കൂടി സിനിമയ്ക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഇത് പക്ഷേ ലോകേഷിന്റെയോ പ്രൊഡക്ഷൻ ടീമിന്റെയോ കുഴപ്പമല്ല. അവർ LCU അല്ല എന്ന് ഒഫീഷ്യലായി പറഞ്ഞിട്ടും തമിഴന്മാർക്ക് അത് വിശ്വാസമാവുന്നില്ല. LCU അല്ല എന്ന് പറഞ്ഞിട്ടും പല തമിഴ് ഡീകോഡേഴ്സ് ഇത് LCU ആണെന്ന രീതിയിൽ ട്രെയിലർ ഡീകോഡ് ചെയ്തു. LCU അല്ലാത്തത് കൊണ്ട് ഇതിന്റെ പേരിൽ സിനിമയ്ക്ക് നെഗറ്റീവ് പറയുന്നു പല ആളുകളുമുണ്ട്. കൂലി സിനിമ 1 ടൈം നന്നായി വാച്ച് ചെയ്യുക. പക്ഷെ ഇങ്ങനെ നെഗറ്റീവ് കൂടുതലായി പറയുമ്പോൾ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്ത ആളുകൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് OTT വരുമ്പോൾ കാണും എന്ന പ്ലാനിലേക്ക് വരുന്നു. ലോകേഷ് ഇനി ഒരു അവാർഡ് പടം പിടിക്കാൻ പോയാലും തമിഴന്മാർ അതിലും ഒരു LCU കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം തന്നെ ലോകേഷ് LCU ക്ലോസ് ചെയ്യണം. ഇതുപോലെ നമുക്ക് പല കമന്റുകൾ കാണാം. ലോകേഷ് സ്വന്തമായി എഴുതിയതല്ല, എപ്പോഴും ഫ്ലോപ്പാണ്, കോപ്പി അടിച്ച് മോഡിഫൈ ചെയ്യുന്ന സ്ക്രിപ്റ്റുകളാണ് ലോകേഷിന് മാച്ച് ആവുക. ഇത് സത്യമാണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് കോപ്പി അടി, എന്താണ് ഇൻസ്പിറേഷൻ എന്ന് നോക്കാം. ഒരു സിനിമയുടെ സീനും ആ ഒരു സിനിമയുടെ സിറ്റുവേഷനും അതേപടി മറ്റൊരു സിനിമയിലേക്ക് എടുത്താൽ അത് കോപ്പിയാണ്. എന്നാൽ സീനും സിറ്റുവേഷനും വെച്ച് പുതിയൊരു കഥ ഉണ്ടാക്കിയാൽ അത് ഇൻസ്പിറേഷനാണ്. ആദ്യം നമുക്ക് കോപ്പി സീനുകൾ നോക്കാം. ആദ്യത്തേത് വിക്രം സിനിമയാണ്. സന്തനം എന്ന ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ ഇടി കൊണ്ട് വീണ് കഴിഞ്ഞ് ഒരു പ്രത്യേക ഡ്രഗ് കഴിക്കുന്നു. പെട്ടെന്ന് പവറപ്പായി എണീറ്റ് വന്നിടിക്കുന്നു. ഈ ഒരു സെയിം സീൻ ബാറ്റ്മാൻ സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. ബാറ്റ്മാൻ ഇടി കൊണ്ട് വീഴുന്നു, ഒരു മരുന്ന് ഇൻജക്ട് ചെയ്യുന്നു, ആ ഒരു സെയിം സ്റ്റൈലിൽ ഇടിക്കുന്നു. അടുത്തത് വിക്രമിന്റെ ക്ലൈമാക്സ് ആണ്. വിക്രമിന്റെ ക്ലൈമാക്സിൽ അമേരിക്കയിലുള്ള കൊച്ചുമകനെ കാണാൻ വിക്രം വരുന്നൊരു സീനുണ്ട്. ഈ ഒരു സെയിം സീൻ ബാറ്റ്മാൻ സിനിമയിലും കാണും. അടുത്തത് വിക്രമിന്റെ പ്രമോയാണ്. ഈ ഒരു സീൻ സിനിമയിലില്ല. സദ്യ കഴിക്കാൻ വില്ലന്മാരെ വിളിക്കുന്നു, ആരംഭിക്കലാമട എന്ന് പറഞ്ഞ് കോടാലി എടുത്ത് തലക്കെറിയും. ഈ ഒരു സീൻ നാർക്കോ സീസൺ 2 നിന്ന് കോപ്പി അടിച്ചതാണ്. ഇതുപോലെ വിക്രമിന്റെ ഒരു ഫയറിംഗ് സീന് ബൗൺസ് ആയി പോയി ഫയർ ആവുന്ന ഒരു സീനുണ്ട്.
ഇത് T-34 എന്ന സിനിമയിലെ സീനാണ്. ഇതുപോലെ DC സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയി ചില സീനുകൾ വിക്രമിലുണ്ട്. ഇതുപോലെ ലിയോദാസിന്റെ ഗൺ സ്റ്റൈലിംഗ് സീൻ ഇത് ബുള്ളറ്റ് ട്രെയിനിലെ വില്ലന്റെ ഐക്കോണിക് സ്റ്റൈലാണ്. ഇതുപോലെ മാസ്റ്റർ എന്ന സിനിമയിൽ JD എന്ന ക്യാരക്ടർ ഒരു പ്രൊഫസറാണ്. ഇതിലെ JDയുടെ മാനറിസം ജോണിയുടെ അഭിനയിച്ച പ്രൊഫസർ എന്ന സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. ഈ ഒരു പ്രൊഫസർ തനിക്ക് ക്യാൻസർ ആണെന്ന് ഒരു ദിവസം തിരിച്ചറിയും. ശേഷം വലിയൊരു ഡ്രഗ് അഡിക്റ്റ് ആയി. പ്രൊഫസറിന് ഒരു നായ്ക്കുട്ടിയുണ്ട്. ഇവിടെ JDക്ക് ഒരു പൂച്ചയാണ്. ഇതുപോലെ സെയിം കാറും കാണും. പക്ഷേ മാസ്റ്ററിന്റെ സ്റ്റോറി അത് കോപ്പി അടിച്ചതല്ല, അതൊരു ഇൻസ്പിറേഷനാണ്. സൈലൻസർ എന്നൊരു കൊറിയൻ സിനിമയുണ്ട്. ഇതിലെ ഹീറോ കേൾവി കുറവുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു സ്കൂളിലേക്ക് പോകേണ്ടി വരുന്നു. JD പോകുന്നത് ജയിലിലെ പിള്ളേരെ പഠിപ്പിക്കാനാണ്. ഇതാണ് ഇവിടത്തെ ഭവാനി. ഈ ഒരു ഭവാനി പിള്ളേരെ സെക്സ്വലായി യൂസ് ചെയ്യുന്നു. ഒറിജിനൽ ഭവാനി ഡ്രഗ്സ് കടത്താൻ പിള്ളേരെ യൂസ് ചെയ്യുന്നു. ഇതൊരു മാസ് സിനിമയല്ല, റിയൽ സ്റ്റോറി ബേസ് ചെയ്ത് അങ്ങനെയുള്ള ഒരു സിനിമയാണ്. ഇതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ നായകനും വില്ലനെതിരെ ഒരു കോർട്ട് ഫൈറ്റ് നടത്തുന്നു. സെക്കൻഡ് ഹാഫ് അല്പം ലാഗാണ്. എന്നാൽ മാസ്റ്റർ സിനിമയിൽ വളരെ ത്രില്ലിംഗ് ആയ മാസ് സീനുകളാണ്. അവിടെ സെക്കൻഡ് ഹാഫിൽ കോർട്ട് ഫൈറ്റ് ആണെങ്കിൽ ഇവിടെ നേരിട്ടുള്ള ഫൈറ്റ് ആണ്. ഇതിലെ നായിക ഹ്യൂമൻ റൈറ്റ്സിൽ മെമ്പറാണ്. മാസ്റ്ററിലെ നായിക MGOയിൽ മെമ്പറാണ്. രണ്ട് നായകന്മാർ ലെറ്ററിലൂടെയാണ് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അറിഞ്ഞത്. എന്തായാലും മികച്ചൊരു ഇൻസ്പിറേഷനാണ്. അടുത്തത് ഖൈദി സിനിമയാണ്. ഖൈദി സിനിമ കോപ്പിയാണെന്ന് പറയാം. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, കോണയർ എന്ന സിനിമയുടെ ഒരു അൺഒഫീഷ്യൽ റീമേക്കാണ് ഖൈദി എന്ന സിനിമ. അപ്പോൾ ഇതാണ് നമ്മുടെ അമേരിക്കൻ ദില്ലി, നമ്മുടെ നിക്കോളാസ് കേജ്. ഈ ഒരു ക്യാരക്ടർ ഒരു ആർമി ഓഫീസറാണ്. ഭാര്യയെ കാണാനായി ഒരു ദിവസം ലീവിന് വന്നപ്പോൾ കുറച്ച് ഗുണ്ടകൾ പ്രശ്നമുണ്ടാക്കാൻ വന്നു. അമേരിക്കൻ ദില്ലി എല്ലാവരെയും തട്ടി. അങ്ങനെ ജയിലിലായി. ഖൈദി സിനിമയിൽ എങ്ങനെ ജയിലിൽ പോയി അത് കാണിക്കുന്നില്ല. ഈ ഒരു സെയിം സംഭവം പറയുകയാണ് ചെയ്യുന്നത്. ഭാര്യയെ ഉപദ്രവിക്കാൻ നോക്കിയ ആളുകൾ ദില്ലി കൊന്നു. ജയിലിൽ പോകുന്ന ടൈമിൽ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു. ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ജയിലിൽ നിന്ന് റിലീസാകും. മകൾക്ക് കൊടുക്കാൻ ഒരു ടെഡി ബിയർ വാങ്ങും. ഖൈദി സിനിമയിൽ അത് ജിമിക്കി കമ്മലാണ്. അങ്ങനെ ഈ ഒരു സിനിമയിൽ നായകന് ഫ്ലൈറ്റ് ഓടിക്കേണ്ടി വരും. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ഹോളിവുഡ് സിനിമയാണ്. ഖൈദിയിൽ ഇതിനു പകരം ലോറി ഓടിക്കുന്നു. പോകുന്ന വഴിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. നായകൻ പോലീസിനെ സഹായിക്കുന്നു. ഒരു സീനിൽ ദില്ലിയുടെ ടെഡി ബിയർ ഒരു വില്ലൻ നശിപ്പിക്കുന്നുണ്ട്. പിന്നീട് ദില്ലി ആ ഒരു വില്ലനെ കൊന്നുകളയും. ഖൈദി സിനിമയിൽ ഈ ഒരു സെയിം സീനുണ്ട്. ജിമിക്ക് നശിപ്പിക്കുന്നു. അങ്ങനെ ക്ലൈമാക്സിൽ വൈഫിനെയും കുട്ടിയും കാണുന്നു. രണ്ട് സിനിമയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, കോണയർ സിനിമയിൽ ഭാര്യ ജയിച്ചിരിപ്പുണ്ട്. ഖൈദി സിനിമയിൽ ലോറിയാണ് ഓടിച്ചത്. എന്തൊക്കെയായാലും മാസ് ഫൈറ്റ് സീനുകൾ അത് ഖൈദി സിനിമയിലാണ്. ഇനി ലിയോ സിനിമ നമുക്കറിയാം, അതൊരു ഒഫീഷ്യൽ റീമേക്കാണ്. ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന നോവലിനെ ബേസ് ചെയ്ത ലിയോ സിനിമ എടുത്തത്. പാസ്റ്റ് ലൈഫിൽ ഗ്യാങ്സ്റ്റേഴ്സ് ആയിരുന്ന നായകന്മാർ അതെല്ലാം കളഞ്ഞ് ഫാമിലിയായി കോഫി ഷോപ്പ് നടത്തി ജീവിക്കുന്നു. കോഫി ഷോപ്പിലേക്ക് കുറച്ച് കള്ളന്മാർ വരുന്നു. അവരെ കൊല്ലേണ്ടി വരും. അങ്ങനെ ലിയോദാസിനെ അന്വേഷിച്ച് പാസ്റ്റിലെ വില്ലന്മാർ വരും. ഫസ്റ്റ് ഹാഫ് സെയിമാണ്, ക്ലൈമാക്സും സെയിമാണ്. പക്ഷേ ലിയോ സിനിമയുടെ ബാക്ക് സ്റ്റോറി അത് ലോകേഷ് സ്വന്തമായി ക്രിയേറ്റ് ചെയ്തതാണ്. സിനിമയുടെ നെഗറ്റീവും ആ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. ഇനി കൂലി സിനിമ നോക്കിയാൽ ലോകേഷിന്റെ തന്നെ പല സിനിമകൾ കൂലി സിനിമയിൽ ഇൻസ്പയർ ആയിട്ടുണ്ട്. എന്തൊക്കെയായാലും ലോകേഷിന്റെ മെയിൻ സിനിമകളിൽ കൂലി സിനിമയും വിക്രം സിനിമയുമാണ് കോപ്പിയോ ഇൻസ്പയറോ അല്ലാത്ത ലോകേഷിന്റെ സ്വന്തമായിട്ടുള്ളവർ. ഈ വിക്രം സിനിമയുടെ സ്റ്റോറി ആര്യ നായകനായ മേഘമൻ സിനിമയുമായി ചില സിമിലാരിറ്റീസ് ഉണ്ടെന്ന് തമിഴന്മാർ പറയും. രണ്ട് സിനിമയുടെയും ഒരു ഷോർട്ട് വൺ ലൈൻ നോക്കിയാൽ രണ്ട് സിനിമയിലും ഡ്രഗ് ട്രാഫിക് നടക്കും. ഈ ഒരു ഗ്രൂപ്പിന് വലിയൊരു തലവനുണ്ട്. അങ്ങനെ ഒരു ദിവസം ഡ്രഗ്സിന്റെ റോ സബ്സ്റ്റൻസ് കാണാതെയായി. ഇത് ആരെടുത്തെന്നാൽ അണ്ടർ കവറിലുണ്ടായിരുന്നു ഒരു പോലീസ് ഓഫീസറായിരുന്നു. ഈ ഒരു പോലീസ് ടീമിന് ഒരു ഹെഡും ഉണ്ട്. ഇതുപോലെ മറ്റൊരു പോലീസ് വില്ലന്റെ സൈഡാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഹീറോയുടെ ഫ്രണ്ടിന് വില്ലന്മാർ ടോർച്ചർ ചെയ്തു കൊല്ലും. വിക്രം സിനിമയിൽ മകനെ കൊന്നുകളയും. അങ്ങനെ ഹീറോ വരുന്നു. വിക്രം സിനിമയിൽ സിംഹം, പുലി, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു സിനിമയിൽ ചെസ് പീസുമായി ഓരോ ക്യാരക്ടേഴ്സും കണക്റ്റഡ് ആണ്. അങ്ങനെ ഈ ഒരു സിനിമയിൽ എല്ലാം കാണുന്നു എന്ന രീതിയിൽ ഒരു ഈഗിളിന്റെ റെഫറൻസ് ഉണ്ട്. ഇതുപോലെ വിക്രം സിനിമയിലുമുണ്ട്. ചിലപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോൺഫിഡൻസ് ആയിരിക്കാം. തമിഴന്മാർ പറയാറുണ്ട്, അറ്റ്ലി കോപ്പി അടിച്ചാൽ അത് പോകും, ലോകേഷ് കോപ്പി അടിച്ചാൽ അത് ഇൻസ്പിറേഷൻ ആണ്. എന്നാൽ അങ്ങനെയല്ല. അറ്റ്ലി ആ ഒരു സെയിം സംഭവം ജസ്റ്റ് ഒന്ന് മാസ് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. സ്വന്തം സിനിമ തന്നെ അറ്റ്ലി കോപ്പി അടിച്ചു വെക്കുന്നു. എന്നാൽ ലോകേഷിലേക്ക് വരുമ്പോൾ ചില സീനുകളിൽ ലോകേഷിൻ്റെതായ മാറ്റങ്ങളുണ്ട്. എന്തൊക്കെയായാലും ലോകേഷിന്റെ സ്വന്തം ക്രിയേഷനിൽ ബെസ്റ്റ് വർക്ക് അത് ആദ്യ സിനിമകളും വിക്രം എന്ന സിനിമയുമാണ്.